ഹലോ ഓൾ, വെൽക്കം ഓൾ സബ്സ്ക്രൈബേഴ്സ്. ഇന്ന് നമ്മുടെ കൂടെ ഒരു വിശിഷ്ടാതിഥിയുണ്ട്. അത് മറ്റാരുമല്ല, ഞാൻ തന്നെയാണ്. ദീപക് അശ്വനെ നിങ്ങൾക്കറിയാം, വർഷങ്ങളായിട്ട് അറിയാം. ഇന്ത്യസ് നമ്പർ 1 UFC ഫാൻ, MMA ഫാൻ എന്ന് പറയാല്ലേ? യെസ്, നമ്പർ 1 ആദ്യത്തെ MMA ഫാൻ എന്നൊക്കെ നിങ്ങൾ പറയണം, ഞാൻ പറയത്തില്ല. അനുഗ്രഹിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇന്ന് നമുക്കൊരു പോഡ്കാസ്റ്റ്, സൺഡേ ഒക്കെ ഒരു പോഡ്കാസ്റ്റ് ചെയ്യാനുള്ള ഒരു മൂഡ് പോലെ തോന്നി. പെട്ടെന്ന് ഒരു മൂഡ് വന്നു. അതന്നെ, നമ്മൾ വിചാരിച്ചു ഓക്കെ നമുക്ക് കുറച്ചൊന്ന് ലേറ്റസ്റ്റ് ന്യൂസ്, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് ഒന്ന് ചർച്ച ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ തുടങ്ങാം അല്ലേ? തുടങ്ങാം, ലെറ്റ്സ് ഗോ. ഓക്കെ, ഞാൻ കുറച്ചൊന്ന് പറഞ്ഞു, ഇന്ത്യസ് നമ്പർ 1 UFC MMA ഫാൻ. എപ്പോഴായിരുന്നു നിങ്ങൾക്ക്, എപ്പം മുതലായിരുന്നു നിങ്ങൾക്കൊരു UFC ഫാൻ അല്ലെങ്കിൽ ഒരു MMA-ലോട്ട് ഒരു ഇൻട്രസ്റ്റ് തോന്നി തുടങ്ങിയത്? അതായത് ഞാനിത് പലതവണ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 2007 ആയിരുന്നു തോന്നുന്നു. 2007 കാലഘട്ടത്തിൽ ഒരു ശനിയാഴ്ച ആയിരുന്നു, ഷോർട്ടാക്കി പറയാം. അപ്പൊ ആ സമയത്ത് 2007 ആ കാലഘട്ടത്തിൽ ടിവിയിൽ, ഇന്ത്യൻ ടെലിവിഷനിൽ UFC ഇല്ല. അപ്പൊ അന്ന് ജസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പോൾ സ്റ്റാർ സ്പോർട്സിൽ പ്രൈഡ് FC എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു, പ്രൈഡ് FC. അതിപ്പോ UFC മേടിച്ചു അതിനെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അതിനകത്ത് പ്രൈഡ് FC MMA കണ്ടു. അപ്പൊ തന്നെ ഇൻട്രസ്റ്റ് ആയി. പിന്നെ അങ്ങോട്ട് വലിയ ഒരു ആരാധനയായിരുന്നു. പിന്നെന്താ, അവിടെ നിന്ന് പ്രൈഡ് FC, പിന്നെ UFC, പിന്നെ ഇന്ത്യൻ മിക്സ്ഡ് മാർഷൽ ആർട്സ്, അങ്ങനെ അന്ന് തുടങ്ങിയ സംഭവം ഇന്നിവിടെ എത്തി നിൽക്കുന്നു. അങ്ങനെ പോകുന്നു. എനിക്ക് ഏകദേശം ആ ഒരു കാലത്തിലായിരുന്നു ആ ഒരു സ്റ്റെഫൻ ബോണർ ഫോറസ്റ്റ് ഗ്രിഫിന്റെ ആദ്യത്തെ ഒരു ഫൈറ്റ്. അതായിരുന്നു ആദ്യത്തെ ഫൈറ്റ്. അന്നത്തെ കാലത്ത് അത് ഒരു വൈറലായ ഒരു ഫൈറ്റ് ആയിരുന്നു. ഐ തിങ്ക് സ്പൈക്ക് ടിവിയിലായിരുന്നു. ഡാന വൈറ്റ് എന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും. UFC എന്ന് പറഞ്ഞ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ്, എല്ലാ ഷോയിലും ദേ വർ മേക്കിംഗ് ലോസസ്, തൗസൻഡ്സ് ആൻഡ് മില്യൺസ് ഓഫ് ഡോളേഴ്സ് എല്ലാ ഷോയിലും ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോഴായിരുന്നു ഈ ഒരു ഫൈറ്റ് നടക്കുന്നതും പിന്നെ ആൾക്കാരൊന്നും കണ്ടുന്നതും പിന്നെ ആൾക്കാരെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യുന്നത് UFC എന്ന് പറഞ്ഞ ഒരു കോമ്പാറ്റ് സ്പോർട്സ്. എന്റെ ഓർമ്മ ശരിയാണ്, അന്ന് ഇന്ത്യൻ ടെലിവിഷനിൽ AXN എന്ന് പറഞ്ഞൊരു ചാനൽ, AXN-നകത്ത് അവരാ നിങ്ങളുടെ ഇതുണ്ടല്ലോ TUF കണ്ടന്റർ, ആദ്യത്തെ എപ്പിസോഡ് അവരുണ്ട്. അപ്പൊ അതിനകത്താണ് ഈ വന്ന സ്റ്റെഫൻ ബോണർ ആൻഡ് ഫോറസ്റ്റ് ഗ്രിഫിന്റെ ആ ഒരു ഫൈറ്റ് വന്നത്. ഭയങ്കര ഇതായിരുന്നു. പക്ഷെ അന്നൊന്നും ആരും MMA കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പൊ ഞാൻ നമ്മുടെ ക്ലാസ്സിലൊക്കെ ചെന്ന് പറയാം, അന്ന് പഠിക്കുകയാണല്ലോ, ക്ലാസ്സിലൊക്കെ ചെന്ന് പറയാം. അപ്പൊ അന്ന് അവർക്ക് MMA എന്താണ് എന്തോ ഒരു പിടിയില്ല. അപ്പൊ അന്ന് എന്തായാലും ഇവിടെ വരെയൊക്കെ എത്തി. ശരിയാ, അത് കഴിഞ്ഞ് എത്രയോ സ്റ്റാർസിന് പോകുന്നുണ്ട്. പക്ഷെ ആ ഒരു ഫൈറ്റ് ആയിരുന്നു UFC-ന്റെ ബ്രാൻഡിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതെ, സ്റ്റെഫൻ ബോണർ ആൻഡ് ഫോറസ്റ്റ് ഗ്രിഫിൻ. അത് കഴിഞ്ഞിട്ട് വി ഹാഡ് റോണ്ട റൂസി ആയിരുന്നു. അത് ഇതൊരു വലിയ കാര്യമാണ്. നമ്മള് UFC എന്നും പറയുന്നൊക്കെ ഇറ്റ്സ് എ മാൻസ് ഗെയിം അല്ലേ. എന്നിട്ട് പോലും റോണ്ട റൂസി ആയിരുന്നു UFC's നമ്പർ 1 സ്റ്റാർ, ആക്ച്വലി മോസ്റ്റ് ബാങ്കബിൾ സ്റ്റാർ. പിന്നീട് കോണർ ഉണ്ടായിരുന്നു, ജോൺസ്, ആൻഡർസൺ, ബ്രോക്ക് ലെസ്നർ വന്നു. ദാറ്റ് വാസ് എ വെരി ഗുഡ് ടേക്ക് പിക്ക് ഫ്രം WWE. അതെ, കാരണം ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ WWE ആ ഒരു ബ്രാൻഡും പിന്നെ ബോക്സിംഗിന്റെ ഒക്കെ വന്നിട്ടുണ്ട്, പിന്നെ UFC-യുടെ ഇതെല്ലാം കൂടെ ഒരു ബ്രാൻഡിലൊക്കെ വരുത്താൻ നോക്കുന്നുണ്ട്. അതാണ് എനിക്ക് പെട്ടെന്ന് ബ്രോക്ക് ലെസ്നറിന്റെ ഓർമ്മ വന്നു. അന്ന് ഭയങ്കരമായിരുന്നു ബ്രോക്ക് ലെസ്നർ വന്നപ്പോഴേ, അത് വലിയ സംഭവങ്ങളായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ലേറ്റസ്റ്റ് ന്യൂസിലേക്ക് നമുക്ക് തുടങ്ങാം. കുറെ ടോപ്പിക്സ് ഉണ്ട്, കുറെ സബ്ജക്ട് ഉണ്ട് കവർ ചെയ്യാൻ. വി വിൽ ട്രൈ നോട്ട് ടു ഡൈഗ്രസ്, വിൽ സ്റ്റിക്ക് ടു ദ പോയിന്റ്. അതെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ, നമുക്ക് ഈ ഫോർമാറ്റ് നമുക്ക് ഇങ്ങനെ ചെയ്യാം ദീപക് ബ്രോ, നമുക്ക് ഓരോ ഡിവിഷൻ വെച്ച് പിടിക്കാം അല്ലെ. ഹെവി വെയിറ്റ് മുതൽ ബാന്റം വെയിറ്റ് വരെ നമുക്ക് പോവാം. ഓരോ വെയിറ്റ് ഡിവിഷനിലെ എന്താണ് അപ്ഡേറ്റ്, എന്തൊക്കെയാണ് പുതിയ നടക്കാൻ പോകുന്നത്, അതെല്ലാം കവർ ചെയ്യാം. അതെ, ഓരോ വെയിറ്റ് ക്ലാസ് നമുക്ക് നോക്കാം. ഓക്കെ, സ്റ്റാർട്ടിംഗ് വിത്ത് പ്രോബ്ലി സ്റ്റാർട്ട് വിത്ത് ഹെവി വെയിറ്റ് ഡിവിഷൻ. അതാണല്ലോ ഇപ്പം കത്തി നിൽക്കുന്നത് അല്ലെ. ജോൺ ജോൺസ് ആൻഡ് ടോം ആസ്പിനൽ. ജോൺ ജോൺസ് ഫൈറ്റ് ചെയ്യോ, അല്ല ആൾക്കാര് ചില കാഷ്വൽസ് പറയുന്ന പോലെ ഡക്ക് ചെയ്യോ, എന്തായിരിക്കും എന്താ വിചാരിക്കുന്നത്? എനിക്ക് തോന്നുന്നത് ജോൺസ് ടോമിനെ ഫൈറ്റ് ചെയ്യും എന്നാണ് എനിക്ക് ഇത് ചെയ്യുന്നത്. ബട്ട് ഈ ഒരു അവസരത്തിൽ ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ മൂപ്പർക്ക് തോൽക്കാൻ മനസ്സില്ല, അതൊരു കാര്യമുണ്ട്. അപ്പോ ഇനി തോക്കുകയാണെങ്കിൽ ഹി ഈസ് ലുക്കിംഗ് ഫോർ മണി. ആ ഇട്ടുമൂടാനുള്ള ഇഷ്ടം പോലെ ക്യാഷ് കിട്ടുകയാണെങ്കിൽ ജോൺസ് ഇത് എടുക്കും. ഇപ്പോഴും ഈ ഫൈറ്റ് നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ പിന്നെ നാട്ടുകാർക്ക് അറിയാൻ വയ്യാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു തവണ ജോൺസ് ഇതിനകത്ത് കമ്മിറ്റ് ആയി കഴിഞ്ഞാൽ ടോം ആസ്പിനലിന്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ജോൺസുമായിട്ട് മാക്സിമം ജയിക്കാനായിട്ട് ശ്രമിക്കുക,
തോറ്റാലും കുഴപ്പമില്ല എന്നായിരിക്കും. പക്ഷെ ജോൺസിന്റെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ കമ്മിറ്റ് ആയി കഴിഞ്ഞാൽ പുള്ളി തോൽവി എന്ന് പറഞ്ഞൊരു കാര്യം പുള്ളി ആലോചിക്കത്തില്ല. എന്തെങ്കിലും പ്രിപ്പറേഷനിൽ ഒരു പന്തികേട് കണ്ടു കഴിഞ്ഞാൽ പുള്ളി ഉടനെ ഒരു ഇഞ്ചുറി ഫേക്ക് ചെയ്യും. എന്നിട്ട് പുള്ളി സമയം എടുക്കും. ഉദാഹരണത്തിന് എന്റെ റെസ്ലിംഗ് അല്ലെങ്കിൽ എന്റെ ഈ ഏരിയ കുറച്ച് വീക്കാണല്ലോ, ഒരു കാര്യം ചെയ്യാം, എന്തെങ്കിലും ഒരു ഇഞ്ചുറി ഫേക്ക് ചെയ്തിട്ട് ഒരു 6 മാസം സമയം എടുക്കാം. പുള്ളി പ്രിപ്പറേഷനിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. അത് എത്ര മണി ഇതൊന്നുമല്ല. കാരണം ചില ഫൈറ്റേഴ്സിന് അങ്ങനെയാണ് ഞാൻ കണ്ടത്. ജോൺസ്, ഇപ്പൊ ഹബീബ്, ഇവർക്കെല്ലാം തോൽവി എന്നുള്ളത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതാണ് ജോൺസിന്റെയും ടോം ആസ്പിനൽ ഇപ്പോൾ തോറ്റ് കഴിഞ്ഞാലും പുള്ളി അത് അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ ജോൺസിന്റെ കേസിൽ അതെ അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്റെ തെറ്റായിരിക്കും അഭിപ്രായം. അല്ല, എനിക്കൊന്ന് കൂടുതലും ശരിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ വിചാരിക്കുന്നത് ആസ്പിനാലും വേഴ്സസ് ജോൺസും നമ്മൾ നോക്കുമ്പോൾ ആസ്പിനാലിന് രണ്ട് ഒരു ആട്രിബ്യൂട്ട്സിലാണ് എനിക്ക് തോന്നുന്നത് ജോൺസിനെക്കാട്ടും കുറച്ചും കൂടെ ഡോമിനന്റ്. വൺ ഇസ് പവർ, വൺ ഇസ് സ്പീഡ്. അപ്പൊ ഇത് രണ്ടിനെ എങ്ങനെയായിരിക്കും ജോൺസ് കൗണ്ടർ ചെയ്യാൻ ശ്രമിക്കുന്നത്? തീർച്ചയായിട്ടും കേട്ടോ. ഇപ്പം ടോം ആസ്പിനലിന്റെ കേസ് പറയാം. നമ്മൾ ടോം ആസ്പിനലിനെ ഒട്ടും തന്നെ താഴ്ത്തി കെട്ടുമല്ല. ആ ഒരു വെയിറ്റ് കാറ്റഗറിയിൽ ഭയങ്കര സ്പീഡാണ് മൂപ്പർക്ക്. ഇതിനെ എങ്ങനെയാ ടാക്കിൾ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നേരവും ജോൺസ് ടോമിന്റെ ടേപ്പ് കാണും, ഡീപ്പ് ഇൻഡെപ്ത് സ്റ്റഡി നടത്തും, എന്നിട്ട് ഹി വിൽ ഫൈൻഡ് ഔട്ട് എ വേ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ, സ്റ്റീപ്പിന് വേണ്ടി പിന്നാണ് ഫൈറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത് ജോൺസ് വാസ് പ്രാക്ടീസിങ് that Muay Thai kick for many months, more than 1 year. അപ്പൊ അതുപോലെ ഒരു വൺ പഞ്ച് നോക്കൗട്ടോ അല്ലെങ്കിൽ ഒരു റെസ്ലിംഗ് മൂവോ ചിലപ്പോ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കും. തീർച്ചയായും എത്ര സമയം വേണേലും പുള്ളി എടുക്കും. പക്ഷെ ആ പുള്ളിയുടെ ലബോറട്ടറി പുള്ളി അത് ഭയങ്കരമായിട്ട് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കും. ഗ്രേഗ് ജാക്സന്റെ കൂടെ തോന്നി ഇപ്പോഴും ആദ്യം ഒന്ന് പോയി പിന്നെ തിരിച്ചു വന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അൾട്ടിമേറ്റ്ലി ജോൺസ് ഏത് ക്യാമ്പിൽ പോയാലും ഉണ്ടല്ലോ, ഞാൻ വിശ്വസിക്കുന്നത് ജോൺസിനെ ഒരു കോച്ചും പുള്ളിയുടെ ഒരു സ്വന്തമായിട്ടുള്ള ഒരു റിസർച്ച് ഉണ്ട്. ഖബീബിന്റെ അച്ഛൻ അബ്ദുൽ മനാബ് അത് പറഞ്ഞിട്ടുണ്ട്, ഗ്രേഗ് ജാക്സൺ അല്ല ജോൺസിനെ ഉണ്ടാക്കിയത്, ജോൺ ജോൺസ് ഇസ് എ ഗിഫ്റ്റ് ടു ഗ്രേഗ് ജാക്സൺ. അങ്ങനെ വേണം പറയാൻ. നൈസ്. അപ്പം ഇത് നമ്മൾ വിചാരിക്കുന്നത് ഇത് മിക്കവാറും മിഡിൽ ഓഫ് ദിസ് ഇയർ, ജൂൺ ജൂലൈ ആണ് റൂമേഴ്സ് പറയുന്നത് ജോൺസ് വേഴ്സസ് ആസ്പിനൽ നടക്കാൻ പോകുന്നത്. അതേ സെയിം കാർഡിൽ തന്നെ ചിലപ്പോൾ ഇലിയ വേഴ്സസ് അർമാൻ / ഒലിവേര ചിലപ്പോ കാണുമായിരിക്കും. ഇലിയ വേഴ്സസ് ഇസ്ലാം എനിക്ക് തോന്നുന്നു. പക്ഷേ ഇസ്ലാം ഇസ് സെയിങ് പ്രൂവ് യുവർ സെൽഫ്. അത് നീ ലൈറ്റ് വെയിറ്റ് ഞാൻ ഓൾറെഡി ഒരു ചാൻസ് കൊടുത്തു വോൾക്കിന്, ചെറിയൊരു മനുഷ്യന് ചെറിയൊരു വെയിറ്റ് ഡിവിഷന് ഞാൻ ചാൻസ് കൊടുത്തു. വീണ്ടും എനിക്ക് ചാൻസ് കൊടുക്കാൻ താല്പര്യമല്ല. യു കം ടു മൈ ഡിവിഷൻ, യു പ്രൂവ് യുവർ സെൽഫ് ആൻഡ് ദെൻ യു ഫൈറ്റ് മീ. അതാണ് ഇപ്പൊ ഇസ്ലാമിന്റെ സ്റ്റിക്കിംഗ് ടു ഹെവി വെയിറ്റ്. അപ്പൊ അതാണ് ജോൺസ് വേഴ്സസ് ആസ്പിനൽ ഈസ് ദി ലേറ്റസ്റ്റ് ഫൈറ്റ് ടു മേക്ക്. ഓൾറൈറ്റ്, ഞാൻ ജോൺസിന്റെ ഒരു വളരെ ഒരു വലിയ ഫാനാണ്. എന്റെ വാൾപേപ്പർ കാണുമോ? ജോൺസ് ആണ്. ജോൺസ്. നിങ്ങളെ ആരായിരുന്നു ഫേവറേറ്റ് ഫൈറ്റർ? ആരാണ്? ഹൗ ഡു യു ഷോ യുവർ ലവ്? നിങ്ങൾക്ക് എന്നെ പോലെ വാൾപേപ്പർ ഉണ്ടോ, അല്ല നിങ്ങളുടെ റൂമിൽ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടോ? താഴെ കമന്റ് ബോക്സിൽ പറയൂ. കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഈസ് ലൈറ്റ് വെയിറ്റ് ഡിവിഷൻ. ദിസ് ഇസ് അനദർ വെരി എക്സൈറ്റിംഗ് ഡിവിഷൻ. ഇപ്പോഴ് ഒരു സൂപ്പർ ഫൈറ്റ് കഴിഞ്ഞതേ ഉള്ളൂ. എന്റെ ആദ്യത്തെ ചോദ്യം എന്ന് വെച്ചാൽ, മാഗോമദ് is from the same place as Dagestan. അവിടെ നമ്മുടെ ഓൾറെഡി ഒരു ഖബീബ്, ഇസ്ലാം പോലത്തെ ഒരു നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ലാംഗ്വേജ് അല്ലാത്ത പോലും they have become huge stars, huge marketable, bankable stars. മാഗോമദ് എങ്ങനെയാണ് അത് ചെയ്യാൻ പോകുന്നത്? Like how can he become a star like Islam or Khabib? അല്ല, എനിക്ക് തോന്നുന്നത് മഹമ്മദ് അൻകലേവ് ഓൾറെഡി എങ്ങനെയൊക്കെയോ, പുള്ളിക്കാണെങ്കിൽ ഒരു വലിയ സംസാരപ്രിയനൊന്നും അല്ല പുള്ളി. പക്ഷെ ഞാനൊരു ഇത് കണ്ടു, ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ടു. പുള്ളിയുടെ ആ ഒരു ബെൽറ്റ് ഇടുന്ന ചടങ്ങുണ്ടായിരുന്നല്ലോ, അത് കണ്ടായിരുന്നു. അതായത് മക്കാഷേവിനെയും ബാക്കി ഇല്ലിയ ടൊപ്പൂരി ഇവരെയൊക്കെ ഓവർടേക്ക് ചെയ്ത് ഏറ്റവും കൂടുതൽ ആളുകൾ, വ്യൂസ് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടേ. ഒരുപക്ഷെ ചിലപ്പം അലക്സ് പെരേരനെ തോപ്പിച്ചുകൊണ്ടായിരിക്കാം അത് വന്നത്. പക്ഷേ മഹമ്മദിന് എന്തോ ഒരു ആ ആസ്പെക്ടിൽ എന്തോ ഒരു ബ്ലെസ്സിംഗ് ഉണ്ടെന്ന് തോന്നുന്നു, ഇങ്ങനെ കേറി വരുന്നുണ്ട്. ഐ ഹോപ്പ് ഹി കംസ് ഔട്ട്. എന്ന് വെച്ചാൽ UFC എന്ന് വെച്ചാൽ ഒരു പ്യൂർലി ഒരു ഫൈറ്റിംഗ് കോമ്പാറ്റ് സ്പോർട്ട് മാത്രമല്ല, ഇറ്റ്സ് എ പ്രൊമോഷൻ. അതെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, യു നീഡ് ടു എന്റർടൈൻ പീപ്പിൾ. എന്നാലേ നിങ്ങൾക്ക് ഫൈറ്റ്സ് കിട്ടൂ, കാശ് കിട്ടൂ, എല്ലാമേ കിട്ടും, അല്ലെ, പ്രശസ്തി എല്ലാം കിട്ടും. അതെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇല്ലെങ്കിൽ പിന്നെ ഉണ്ടല്ലോ ഇതൊരു എന്റർടൈൻമെന്റ് ആസ്പെക്ട് ആണ്. ഇല്ലെങ്കിൽ ഇനി റാൻഡം രണ്ടാളുകൾ ഫൈറ്റ് ചെയ്യുന്ന അത് ആർക്കും കാണാൻ താല്പര്യമില്ല. ഇതൊരു മാർക്കറ്റിംഗ് ആണ്, എന്റർടൈൻമെന്റ് ആണ് ഇത് സത്യത്തിൽ.
അപ്പൊ അടുത്തയാണ് ഞാൻ കണ്ടു ആഫ്റ്റർ ദ ഫൈറ്റ് ജിരിയും ആങ്കലേവും ചെറുതായിട്ട് ഒരു ബീഫ് ഇത് തുടങ്ങി തോന്നുന്നുണ്ട്. അതൊരു സൂപ്പർ ഫൈറ്റ് ആയിരിക്കും അല്ലേ? അതെ അതെ തീർച്ചയായും. ഇരി പ്രൊഹാസ്ക ആൻഡ് ആങ്കലേവ്. ഇനിയിപ്പം ഈ ആങ്കലേവ് ചാമ്പ്യൻ ആയ സ്ഥിതിക്ക് എല്ലാവരും ആങ്കലേവിന്റെ പിന്നാലെ ആയിരിക്കും, അത് തീർച്ചയാണ്. പക്ഷെ ആങ്കലേവ് ജിരിനെ ഫ്രോഡ് എന്നാണ് വിളിച്ചേക്കുന്നത്. നീ ചെയ്യുന്ന വല്ല ഉടായ്പാണ്, നിന്റെ സമുറായി വാരിയർ ലൈഫ് സ്റ്റൈലൊക്കെ ഒരു ഫ്രോഡാണെന്നാണ്. അതെ 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 വിളിച്ചേക്കുന്നത്. ഇനിയിപ്പം ആ ഒരു അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു ബീഫ്, ആ ഒരു ഫ്രിക്ഷൻ അതൊക്കെ വളരെ എസെൻഷ്യൽ ആയിരിക്കും ഇനി അങ്ങോട്ട് സ്റ്റോറി ലൈൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നല്ലതായിരിക്കും. അതെ അതെ അതെ. അപ്പൊ അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അലക്സ് പെരേരയുടെ ഫ്യൂച്ചർ എന്താണ്? ബോക്സിംഗ് ആണോ, ഉസിക്കിനെ ബോക്സ് ചെയ്യാനാണോ, ജോൺസന്റെ കൂടെ ഒരു അതുകൊണ്ട് ഫാൻസ് കുറെ ഫാൻസിന് എനിക്ക് പോലും എനിക്ക് ഹസ്ബൻഡിനെക്കാട്ടും കൂടുതൽ എനിക്ക് കാണേണ്ട അലക്സ് വേഴ്സസ് ജോൺസ് ആണ്. അപ്പൊ ജോൺസ് ഇസ് എ ഫൈറ്റ് അനദർ മേജർ മൂവ് ഫോർ അലക്സ്. ബോക്സിംഗ് കൊണ്ട് മുന്നേ പുള്ളിക്കാർ എനിക്ക് തോന്നുന്നു 2-3 ഫൈറ്റേ കാണത്തുള്ളൂ. ചിലപ്പോൾ കഷ്ടിച്ച് 2 ഫൈറ്റും കൂടെ കാണത്തുള്ളൂ. 37-38 years old. അപ്പൊ ചിലപ്പോൾ എന്തായിരിക്കും റൈറ്റ് മൂവ് ഫോർ അലക്സ്? അൺഫോർച്ചുനേറ്റ്ലി എന്താ ചെയ്യുക, അതാണ് നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്തിരുന്നു. അലക്സ് ഈ ഒരു ഫൈറ്റ് ജയിച്ചില്ല, കൺഗ്രാറ്റുലേഷൻസ് ടു മുഹമ്മദ്. ജയിച്ചിരുന്നെങ്കിൽ ഒരു നല്ല ബൂസ്റ്റ് ആയി പോയനെ. ഇപ്പൊ ആ ഒരു എന്താണ് പറയുന്നത്, എന്തോ ഒരു എലമെന്റ് അങ്ങ് പോയല്ലോ തോക്കുന്നുണ്ട്. അപ്പം അത് ഞാനിവിടെ ഫേസിലും കാണാനുണ്ടായിരുന്നു. അപ്പോ ഫ്യൂച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത് അലക്സ് മുഹമ്മദ് രണ്ടാമത്തെ ഫൈറ്റ് ഉണ്ടായിരിക്കും. ആ ഫൈറ്റിൽ അലക്സ് തോക്കുമോ ജയിക്കുമോ എന്ന് ഇപ്പൊ പറയാൻ പറ്റത്തില്ല, പക്ഷെ നല്ലോണം പ്രിപ്പയർ ചെയ്യും. പുള്ളി കത്തിക്കേറി വരും, നമുക്ക് അതിൽ ഫോക്കസ് ചെയ്യാം. അതായിരിക്കും അലക്സിന്റെ. അല്ലാതെ പക്ഷം അലക്സ് ജോൺസ് അല്ലെങ്കിൽ അലക്സിന്റെ വേറൊരു ബോക്സിംഗ് അതൊന്നും ഇപ്പൊ ചിന്തിക്കാനേ പറ്റത്തില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഒരു ട്രിവിയ പറയാൻ വേണ്ടിയാണ്. ഇപ്പം കഴിഞ്ഞ മാച്ചിൽ ബ്രൂസ് ബഫർ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, അലക്സിന്റെ ഇൻട്രൊഡക്ഷൻ ദി വൺ ദി ഓൺലി എന്ന് പറഞ്ഞു. അത് ബ്രൂസ് ബഫർ ആകെ അലക്സിനെ കൂട്ടിയിട്ട് ആകെ 3 പേർക്ക് വേണ്ടി മാത്രമാണ് അത് ആ ഒരു സംബോധനം. കമന്റ് ബോക്സിൽ പറയൂ, ആരൊക്കെയാണ് 3 പേര്? ആരാണ് 3 പേര്? കമന്റ് ബോക്സിൽ പറയൂ. നിങ്ങൾ കമന്റിൽ അങ്ങ് തകർക്കൂ. നിങ്ങളുടെ കമന്റ് ആണ് ഞങ്ങളുടെ ശക്തി. ലൈക്ക്, സപ്പോർട്ട്. പിന്നെ മിഡിൽ വെയിറ്റ് വെൽട്ടർ വെയിറ്റ് എനിക്ക് ചെറുതായിട്ടൊരു ആസ് എ ഫാൻ കുറച്ച് സാഡ് ആയിട്ടുള്ള വെയിറ്റ് ഡിവിഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ മിഡിൽ വെയിറ്റിൽ ഡ്രൈക്കസ് ഉണ്ട്. ഡ്രൈക്കസിനോട് പക്ഷെ ഖംസത്ത് ഒരു സൂപ്പർ ഫൈറ്റ് ആയിരിക്കും അത്. അന്ന് ഞാൻ ഖംസന്റെ ഒരു ഫാൻ അല്ലായിരുന്നു. ഇസ്രയേൽ അസനെ പോലെ തന്നെ ഞാൻ ഫാൻ അല്ലായിരുന്നു രണ്ടുപേരുടെ. പക്ഷെ പതുക്കെ ഇവര് രണ്ടുപേരും എന്നെ അങ്ങ് അവരുടെ സൂപ്പർ ഫാൻ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, ഖംസത്തും ഇസ്രയേൽ കുറച്ച് ഷോ ഓഫ്, കുറച്ച് ഷോ ബോട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ആദ്യം ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു ആസ് എ ഫാൻ. പക്ഷെ പതുക്കെ ഇവർ രണ്ടുപേരും എന്നെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഡ്രൈക്കസ് വേഴ്സസ് ഖംസത്ത് വിൽ ബി ആൻ അമേസിംഗ് ഫൈറ്റ്. തീർച്ചയായും. ഞാൻ പണ്ട് മുതലേ ഹംസത്ത് ആദ്യം വന്നില്ലേ, പുള്ളി ആദ്യം വരുമ്പോ എതിരാളിയൊക്കെ പുള്ളി ആ എതിരാളിയൊക്കെ തൂക്കി എടുത്തോണ്ട് പോയി ഡാനെടുത്ത് ഡാന എന്ന് പറയാ. ഞാൻ അന്ന് മുതലേ ഫാനാട്ടോ. ഞാൻ പുള്ളി അന്ന് മുതലേ ഫാനാണ്. അന്ന് മുതൽ ആ ഒരു ആരാധന ഇങ്ങനെ കൂടി ഇപ്പൊ അറിയാമല്ലോ പീക്കിൽ എത്തി നിൽക്കുമെന്ന്. വിട്ടേക്കറിനെയൊക്കെ നിമിഷം പലവരും അത് മനസ്സിലാക്കുന്നില്ല. വിട്ടേക്കർ ഒരു ഭീകരനാണ്, ഒരു മാരക സംഭവമാണ് വിട്ടേക്കർ. റീപ്പർ എന്നാണ് പുള്ളിയുടെ വട്ടപ്പേര്. പുള്ളിയൊക്കെ അങ്ങനെ തീർത്ത് ഇതൊക്കെ അതെ അതെ. അപ്പൊ പറയേണ്ട ആവശ്യമില്ല. ഡ്രീക്കസ് ഹംസത്ത്. ഇനി ഡ്രീക്കസിൽ നിന്ന് നമ്മൾ ഒന്നും എടുത്തു കളയുന്നില്ല. ഡ്രീക്കസ് ഞാൻ നോക്കിയിട്ടുണ്ടല്ലോ, ഡ്രീക്കസിനെ ഒറ്റ വേർഡിൽ പറയുകയാണെങ്കിൽ സൂപ്പർ ഡ്യൂപ്പർ ടാലന്റഡ്. ഒരു ഗോഡ് ഗിഫ്റ്റ് തന്നെയാണ് കേട്ടോ. കാരണം സ്റ്റാൻഡപ്പ് കുറച്ച് ഓക്വേർഡ് ആണ്, പക്ഷെ എഫക്റ്റീവ് ആണ്. എങ്ങനെയാ ജയിക്കാനുള്ള വഴി പുള്ളി. അപ്പൊ ഞാൻ പറയുന്നു, ഹംസത്ത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കുമേ ഡ്രീക്കസ് കൈകെട്ടി നോക്കി നിൽക്കാനൊന്നും പോകുന്നില്ല. പീക്കിലാണ് ഡ്രീക്കസ് ഇപ്പോ. പിന്നെ നമ്മൾ കുറച്ചു കാലമായിട്ട് ഹംസത്തിന്റെ ഒരു പാറ്റേൺ കാണുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫൈറ്റ് തീർക്കുന്ന ഒരു ഇത് കണ്ടിട്ടുണ്ട്. ഡ്രീക്കസ് അങ്ങനെ പെട്ടെന്ന് തീർക്കാൻ അലൗ ചെയ്യില്ല. എനിക്ക് തോന്നുന്നു 3rd റൗണ്ടിന് ശേഷം ചിലപ്പോൾ ഡ്രൈക്കസിന് കുറച്ചൊരു അഡ്വാൻറ്റേജ് ആയി തുടങ്ങും. എന്നുവെച്ചാൽ ചാമ്പ്യൻഷിപ്പ് റൗണ്ട്സ് കുറെ ചെയ്തിട്ടുണ്ട്. അതെ, ഡ്രൈക്കസ് ഹംസത്തിന് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു ഗിൽബർട്ട് ബേൺസിന്റെ കൂടെ മാത്രമാണ് 5 റൗണ്ട്സ്. ഗിൽബർട്ട് ബേൺസ് കട്ടായി കൊടുത്തു. അത് പക്ഷേ കംസത്ത് കുറച്ച് ഗെയിം പ്ലാനിൽ കുറച്ച് ഡൈവേർട്ടായി, കുറച്ച് ഇമോഷണൽ ആയി. അതാണ് ആ സ്റ്റാൻഡപ്പ് ഒരു ബ്രോഡിലേക്ക് പോയത്. ഒരു ഫൈറ്റ്, ടെക്നിക്കൽ ഫൈറ്റിനെക്കാട്ടും കൂടുതൽ ഒരു ബ്രോഡിലേക്ക് പോയി. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഡ്രൈക്കസിനായിരിക്കും കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ഇഫ് ഹംസത്ത് ബിക്കംസ് ഇമോഷണൽ ആൻഡ് ഗോസ് ഫോർ എ. അത് എന്റെ ഒരു കാഴ്ചപ്പാടിൽ തീർച്ചയായിട്ടും യുദ്ധമായിരിക്കും കേട്ടോ. ഡ്രീക്കസ് ഹംസത്ത് അത് എന്തെങ്കിലുമൊക്കെ നടക്കും അതിനകത്ത്.